ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം അഗെയിൻ. ഒരു അച്ഛനോ അമ്മയോ കുഞ്ഞിനെ എങ്ങനെയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്, എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു കുഞ്ഞ് എന്തെങ്കിലും കാര്യം കൊണ്ട് വിഷമിച്ചിരിക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് കുഞ്ഞിനോട് എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അടുത്ത് വിളിച്ചിരുത്തി സമാധാനമായി ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദേഷ്യമാണോ, എപ്പോഴാണ് സങ്കടം തോന്നുന്നത്, സന്തോഷം തോന്നുന്നതെന്നൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് തോന്നുന്നതെന്ന് കുഞ്ഞിനോട് ചോദിച്ചാൽ പതുക്കെ പതുക്കെ അത് കുഞ്ഞ് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, പഠിത്തത്തിലും ബാക്കി ആക്ടിവിറ്റീസിലും എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്ന് മാർക്ക് കുറഞ്ഞാൽ ഉടനെ അതിനെ കുറ്റം പറയാതെ, ഇത്രയെങ്കിലും മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ആ എഫേർട്ട് എടുത്തതിന് നമ്മൾ നല്ലവണ്ണം പ്രൈസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് എപ്പോഴും നമ്മൾ കൂടെ സപ്പോർട്ടിന് ഉണ്ടെന്ന് മനസ്സിലാകും. അല്ലാതെ എപ്പോഴും മാർക്ക് കുറയുമ്പോഴും ഏതെങ്കിലും കോമ്പറ്റീഷന് കിട്ടാതെ പോകുമ്പോഴും കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, എൻകറേജ് ചെയ്യുക. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എന്ന് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇനി മൂന്നാമത്തെ കാര്യം, എപ്പോഴും നല്ല ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നൊന്ന് മോണിറ്റർ ചെയ്യുകയും വേണം. ഫ്രണ്ട്സിനെ ഒരിക്കലും കുറ്റം പറയരുത്. കുട്ടികളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് അവരുടെ ഫ്രണ്ട്സിനെ നമ്മൾ കുറ്റം പറയുന്നത്. പക്ഷേ നമ്മൾ ചീത്ത ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. കുട്ടികളുടെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ പെരുമാറുകയാണ് വേണ്ടത്. ഒരിക്കലും ചീത്ത കൂട്ടുകെട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. എന്നാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ, ജഡ്ജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അത് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനെപ്പറ്റി നമ്മൾ പറയാവുള്ളൂ. നാലാമത്തെ കാര്യം, കുട്ടികളുടെ ടാലൻസും ഹോബീസും എന്താണെന്ന് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അത് പ്രോത്സാഹിപ്പിക്കണം. നമ്മളുടെ ഹോബി ആയിരിക്കില്ല, നമ്മൾക്കുള്ള ടാലൻസ് ആയിരിക്കില്ല നമ്മളുടെ കുട്ടിക്ക്. ഓരോ കുട്ടിയും യുണീക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് എന്താണ് ഹോബി എന്ന് പറഞ്ഞാലും, എന്താണ് കുട്ടിക്കുള്ള ടാലൻസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി അവസാനത്തെ അഞ്ചാമത്തെ കാര്യം, അവർ മിസ്റ്റേക്സുകളും ചിലപ്പോൾ ഫെയിലിയേഴ്സും ഉണ്ടാകുമല്ലോ. അത് നാച്ചുറലാണല്ലോ. ആ മിസ്റ്റേക്സിൽ നിന്ന് അവർ പഠിക്കട്ടെ, വീണ്ടും അത് ആവർത്തിക്കാതിരിക്കട്ടെ. അതിനെല്ലാം നമ്മൾ കൂടുതൽ ഗൈഡൻസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഓരോ തെറ്റുകളിൽ നിന്നും പഠിച്ച് അവർ വളരട്ടെ, ഉയർന്ന നിലയിലെത്തട്ടെ. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്ത് ഉയർത്താമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.